അസാധുവല്ലാത്ത നോട്ടുകൾ ബാങ്കുകളിൽ നേരിട്ട് നിക്ഷേപിക്കുന്നവർക്കാണ് പിൻവലിക്കൽ പരിധിയിൽ ഇളവ്. 2000-ന്റെയും 500-ന്റെയും പുതിയ നോട്ടുകളും 100, 20, 50, 10, 5 നോട്ടുകളും നാണയങ്ങളും നവംബർ 29-ന് ശേഷം അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നവർക്ക് ആഴ്ചയിൽ 24,000 എന്ന പരിധി ബാധകമാകില്ലെന്ന് റിസർവ് ബാങ്ക് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പിൻവലിക്കൽ പരിധി നിലനിൽക്കുന്നതിനാൽ പുതിയ നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിന് ഇടപാടുകാർ മടികാട്ടുന്ന സാഹചര്യത്തിലാണ് റിസർവ് ബാങ്കിന്റെ തീരുമാനം. നിലവിലെ പരിധിയായ 24,000-ന് പുറമെ പുതിയതായി നിക്ഷേപിക്കുന്ന തുകയും 2,000, 500 നോട്ടുകളിലായി പിൻവലിക്കാനാകും. അതേസമയം നവംബർ 28 വരെയുള്ള നിക്ഷേപങ്ങൾക്ക് പഴയ നിയന്ത്രണങ്ങൾ തുടരും. നിക്ഷേപിച്ച തുകയിൽ നിന്ന് പ്രതിവാരം 24,000-ഉം ദിവസത്തിൽ 2,500 രൂപയും മാത്രമേ പിൻവലിക്കാനാകൂ. നേരിട്ട് നിക്ഷേപിക്കുന്ന തുകയുടെ കാര്യമാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയത്. അതിനാൽ നേരിട്ട് അക്കൗണ്ടിലെത്തുന്ന ശമ്പളത്തിന്റെ കാര്യത്തിൽ ഇളവ് ബാധകമാകുമോ എന്ന് വ്യക്തമല്ല. കറൻസി അസാധുവാക്കലിന് ശേഷം പിൻവലിച്ച മൂല്യത്തിന്റെ 60%-വും ബാങ്കുകളിലെത്തിയതായും റിസർവ് ബാങ്ക് വ്യക്തമാക്കി. ബാങ്കിലെത്തിയ 8.11 ലക്ഷം കോടിയിൽ 33,498 കോടിയാണ് മാറ്റി നൽകിയത്. മാതൃഭൂമി ന്യൂസ്, മുംബൈ.